ബൈജു സ്റ്റാൻഡ് വിട്ടു പോവുക. എന്തോ 46:35 ബൈജു അടിമാലി ശാന്തമ്പാറ വഴി സ്റ്റാൻഡ് വിട്ടു പോവുക. പൊയിലിപ്പന്തി ബൈജു സ്റ്റാൻഡ് വിട്ടു പോവുക. കൊന്നോളെ നിന്റെ അപ്പം വന്നെന്ന് പറഞ്ഞാൽ ശരി. ബൈജു സ്റ്റാൻഡ് വിട്ടുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. ആഹാ എടാ ബൈജുവിന് മാത്രം ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത്ര ആൾക്കാർ കൂടെ നിൽക്കാൻ പിന്നെ ബൈജുവിന് എന്താ നോട്ട് ദ പോയിന്റ്. ഇത്ര ആൾക്കാർ കൂടെ നിൽക്കാൻ പിന്നെ ബൈജുവിന് എന്താ പൊന്നെ വേണ്ട കേട്ടോ കുറെ കണ്ടാണേ. നമ്മുടെ പയ്യനാണെന്നേ ആ മീശൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അഞ്ചത്ത് കയറാൻ വരുവാ. ഇടിച്ചിന്റെ കൂമ്പിയാൻ മാറ്റിക്കൊള്ളുള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. എനിക്കും ഒരു ബാറുണ്ടെങ്കിൽ ഡെയിലി ഞാനടിക്കും, ഡെയിലി ഞാനടിക്കും. സത്യ ഞാൻ ഡെയിലി അടിക്കും. ഞാൻ ഡെയിലി അടിക്കുക മാത്രമല്ല ഡെയിലി വല്ലവരും അടിയും മേടിക്കും. അതിനോട് പ്രോബ്ലം എനിക്ക് വിഷയമല്ല. ഇവിടെ ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ആൺപിള്ളേരടിച്ച് കൂമ്പുമായിട്ടിട്ടിരിക്കുകയാണ്. കൊച്ചു പിള്ളേർ വരെ എന്നെ തല്ലിയിട്ടുണ്ടെന്ന് സത്യമായിട്ടും. പക്ഷെ എനിക്ക് അതിൻ്റെ അഹംഭാവമില്ല കേട്ടോ. നമ്മളെന്തിനാ അഹങ്കരിക്കുന്നത്? എടാ ദൈവം തന്ന കഴിവുകൊണ്ട് നമ്മൾ അഹങ്കരിക്കേണ്ട കാര്യമുള്ളൂ. താല്പര്യമുള്ളവൻ വരുന്നു തല്ലുന്നു, താല്പര്യം കൊണ്ടാൽ മതി. നോട്ട് ദ പോയിന്റ്. താല്പര്യമുണ്ടോ മാത്രം കൊണ്ടാൽ മതി. ഇതിനകത്ത് വലിയ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. കാശ് മുടക്കുമല്ലോ ഉണ്ടോ ഇനി? എനിക്ക് രണ്ടെണ്ണം കിട്ടില്ല, പറ്റത്തില്ലെന്ന്. അതിൻ്റെ സുഖം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. മൈ നെയിം ഈസ് ബൈജു. എൻ്റെ ഒരു ബൈജു കേട്ടോ. എൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ പതിതരായി ചിരിച്ചു നിൽക്കും ബൈജു, അടിരിട്ടിയാൽ ഓടയ്ക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, അയ്യപ്പ ബൈജു. ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ടെന്നേ. അതുപോലെ ഇപ്പം അടി മേടിക്കുന്നതാണല്ലോ. ബൈജു പറഞ്ഞോലെ അടി മേടിക്കുന്ന നിമിഷം ഞാൻ അടി മേടിക്കും. എന്താ പട്ടി എൻ്റെ അപ്പൻ. ഇങ്ങനെ മേടിക്കാം. എടാ എനിക്കിപ്പോൾ അടി മേടിക്കൊണ്ട് ഒരു കാര്യമില്ല. പക്ഷെ എനിക്കതല്ല, എനിക്കൊരെണ്ണം വേണം. നിങ്ങൾക്ക് എൻ്റെ സുഖം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഹലോ ഹലോ ആ എവിടെയാണ്ടാ? ഞാനിവിടെ ഉണ്ടല്ലോ. നിന്നെ ഞാൻ കാലത്തോടേക്ക് വിളിക്കണല്ലോ. അയ്യോ ഞങ്ങൾക്ക് കേട്ടില്ല കേട്ടോ സത്യമായിട്ടും. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിത് ഈ ബൂത്തിന്റെ ഫ്രണ്ട്. ആ ബൂത്തിന്റെ ഫ്രണ്ടിലാണല്ലോ ഞാൻ നിൽക്കണത്. അയാളെ നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. എങ്ങനെയാണ്? പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. ഓക്കെ താനാണ് ഈ തോന്നിയ ദിവസം കാണിക്കുന്നത്. കാലത്തെ കള്ളും കുടിച്ച് ഇറങ്ങിയേക്കാണ്. എടോ തനിക്കൊക്കെ വേറെ പണിയില്ലടോ. എങ്ങനെ സംസാരിക്കല്ലേ? എന്താണ് ഇവിടെ നേരത്തെ ഗവൺമെന്റ് വന്നിട്ട് വാറ്റ് കുടി നിർത്തി. ഇവിടെ പുതിയ ഗവൺമെന്റ് ഒന്ന് വാറ്റ് തുടങ്ങി. പിന്നെ ഞാനങ്ങനെ കുടിക്കായിരിക്കും. സംസാരിക്കും. താനൊരു കാര്യം മനസ്സിലാക്കണം. എന്താ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ആരോഗ്യമുള്ളവർക്ക് ഇല്ലാത്തവർക്ക് വിഷയമില്ല. അയാളോട് പ്രോബ്ലം എനിക്ക് പ്രശ്നമല്ല. സംഭവം ശരിയാണ്. പക്ഷെ എന്നാലും മദ്യത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട്. അതറിയാമോ തനിക്ക്? എന്നാ വിഷം? എന്നാ വിഷം എന്നാ? എടോ മീതയിൽ ആൽക്കഹോൾ എന്നൊരു സാധനം കലർന്നുണ്ട്. മീതയിൽ ആൽക്കഹോൾ. നമ്മുടെ പയ്യന അവരെന്നെ മദ്യപാനം പഠിപ്പിക്കാൻ വരിക. നമ്മൾ മദ്യം എടുത്ത് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മീതയിലുള്ള ആൽക്കഹോൾ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ കീഴിലുള്ള ആൽക്കഹോൾ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഭയങ്കര സെറ്റപ്പാ. ഇവനൊക്കെ വലിയ മാന്യന്മാർന്നല്ല ഞാൻ മേടിച്ചുള്ളൂ. പിന്നെ ഇവൻ നമ്മുടെ രായപ്പൻ്റെ മോനാണേ. ഹലോ മിസ്റ്റർ, ദിസ് ഈസ് മൈ സ്പോട്ട്. ഓക്കെ നീ രായപ്പൻ്റെ മോനല്ലേ? അതെ. എന്നിട്ട് നാട്ടുകാർ പറയണത് നീ വർഗീസിന്റെ മോനാണെന്ന്. ഞാൻ ആവശ്യം പറയാൻ നിൽക്കരുതട്ടാ. അല്ല ഇപ്പൊ നാട്ടുകാരിപ്പം എന്താ പറയുന്നത്? എനിക്കറിയാൻ പറ്റും നീ ഗഫൂറിന്റെ മോനാണെന്നുള്ളത്. തല്ലണോ നീ എന്നെ? നീ എന്നെ തല്ലാത്തതെന്താ? വിവരമില്ലാത്തവരെ ഞാനങ്ങനെ തല്ലാറില്ല. ഓഫ് എന്നാ നീ ജില്ലാ കളക്ടറെ പോയി തല്ലോ. നമുക്ക് ഇത്ര വിവരം ഇതേ സെറ്റപ്പ് പോകുകയുള്ളൂ. നീ എന്നെ തല്ലാതിരിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എടോ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യമില്ലാണ്ട് ഞാൻ ഒരാളെയും തല്ലാറില്ല. ഒരു കാരണമില്ലാതെ ഇന്ന് വരെ നീ ആരും തല്ലിയിട്ട്? ഇന്ന് വരെ ഞാൻ ആരെയും തല്ലിയിട്ടില്ല. തല്ലിയിട്ടില്ല? ഇല്ല. കാരണമുണ്ട്. നീ തല്ലുവോ? കാരണം ഞാൻ അടിക്കാൻ പോക്കും. ഞാൻ അടിക്കും. എന്നാ പിടിച്ചോ.
സാധാരണ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അടിപൊളി ഓരോ അടി വരുന്ന വഴിയേ മര്യാദക്ക് പോയാ മനുഷ്യരെ ഇടങ്കാല് വെച്ച് വീട്ടിൽ തനിക്ക് വല്ല കാര്യമുണ്ട് കാലത്തെ വെറുതെ കള്ളും കുടിച്ചാൽ എന്നെ ഞാനില്ലേ ഇത്? സോറി അതെ അയാളുടെ മിസ്റ്റേക്ക് അല്ല പുള്ളി നിരപരാധിയാ അതെല്ലേ ആര് നിരപരാധി? തട്ടി വീണതാണ്. ചേട്ടൻ അയ്യോ അല്ല ആരാ നിരപരാധി ഇവിടെ? ചേട്ടൻ അല്ല അങ്ങനെ സംസാരിക്കില്ലേ. നീ ഇവിടെ വന്ന് തന്നെത്താനെ വീണിട്ട് ഞാൻ നിരപരാധിയാവുന്നല്ലേ? നടക്കത്തില്ല മോനെ, അപ്പോഴൊരു നടക്കത്തില്ല. അതല്ലേ ഞാൻ പറഞ്ഞേ. എന്റെ പേരിലാണ് പുള്ളി പറഞ്ഞത് താങ്കൾ നിരപരാധിയാണെന്ന്. നീ ഇടക്കേറി സംസാരിക്കില്ലേ. നീ ആരാ നിരപരാധി ആരാ ഇവിടെ? അല്ല ചേട്ടൻ ഞാനിപ്പോ വന്നപ്പോ വീണല്ലോ. വീണു. അപ്പൊ ചേട്ടൻ ഇടങ്കാലം വെച്ചാണെന്നാണ് ആ ചേട്ടൻ വിചാരിച്ചത്. അല്ല, ഞാനാണോ ഇടങ്കാല് വെച്ചത്? അല്ല. അല്ലല്ലോ. അല്ല. പിന്നെ എങ്ങനെ ഞാൻ നിരപരാധിയാവും? എടാ ഞാനല്ലല്ലോ നിന്നെ നിന്നെ തള്ളിയിട്ട് ഞാനാണോ? അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തന്നെ വീണതാണ്. അതെ ഞാൻ തന്നെ വീണതാണ്. എടാ നീ തന്നെ വീണിട്ട് എന്നെ നിരപരാധി എന്ന് പറയുന്നത് എന്തിനാണ് നീ ചോദിക്കുന്നത്? സത്യത്തിൽ നീയാണ് ഇവിടെ നിരപരാധി. മക്കളുടെ അർത്ഥം സംസാരിക്കുക. മിസ്റ്റർ എന്താ മിസ്റ്റർ എന്താ താങ്കളാണ് യഥാർത്ഥത്തിൽ നിരപരാധി. ശരി മിസ്റ്ററെ, ഒരു കാര്യം പറഞ്ഞേക്കാം. അവൻ വന്ന് വീണിട്ട് എന്നെ നിരപരാധി എന്ന് പറഞ്ഞോണ്ടില്ല. എന്ത് ശല്യമാണ് എന്താ നീ എന്താ പറയാ? എന്റെ അടുത്തൊക്കെ വർത്തമാനം പറയാം ചേട്ടാ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. എന്റെ സമയങ്ങൾ ഇവിടെ അങ്ങനെ സംസാരിക്കില്ലേ? ഇല്ല മിസ്റ്റർ, അങ്ങനെ അങ്ങ് പോവല്ലേ. ഇവിടെ ആരാ നിരപരാധി? അല്ല പൊന്നി ചേട്ടാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഞാൻ അവിടെ വീണു കാലുടക്കി. അപ്പൊ ആ ചേട്ടൻ വിചാരിച്ച് ചേട്ടൻ എന്നെ കാല് വെച്ച് വീഴ്ചയാന്ന്. ആണോ? അപ്പൊ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിനക്കറിയാലോ നീ എങ്ങനെ വീണെന്ന്? എനിക്കറിയാം. അറിയാം. പിന്നെ നീ എന്തിനാണ് എന്നെ നിരപരാധി എന്ന് പറയുന്നത്? ചേട്ടൻ നിരപരാധിയാണല്ലോ. ചേട്ടാ തോന്നിയ ദിവസം പിന്നെയും പറയല്ലേ കേട്ടോ. എടി ദൈവത്തിലാണ് ഞാനല്ലെന്ന് നിരപരാധി. നീയാ മനസ്സിലായോ? നീയാ സത്യത്തിൽ നിരപരാധി. ഞാനിപ്പോ എന്താ വേണ്ട? നീ ഇവിടെ ഞാൻ നിരപരാധി അല്ലെന്നുള്ള കാര്യം തെളിയിക്കണം. നീ പ്രൂഫ് ചെയ്യൂടെ. നീ പ്രൂഫ് ചെയ്യും. ചേട്ടൻ നിരപരാധി അല്ലാന്ന് തെളിയിക്കണം. അത്ര ഈ നാട്ടുകാരുടെ മുഴുവൻ എല്ലാവരുടെയും പേരിൽ ഞാൻ നിരപരാധിയാ അല്ലേ? നീ വലിയ ആള്. ഇപ്പൊ ചേട്ടൻ നിരപരാധി അല്ലാന്ന് തെളിയിക്കണം. അത്രേ ഉള്ളൂ. ഇപ്പൊ നിരപരാധിയല്ലേ? ഓരോ നിരപരാധി പിന്നെ തുമ്പി പിടിക്കാൻ പോണ നിർത്തിയില്ലോ അവൻ